എല്ലാവർക്കും എജിബിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 1000 സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. മാക്സിമം PYQ നിങ്ങളായിട്ട് എത്തിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിൻ്റെ എക്സ്പ്ലനേഷനും അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നുള്ള കാര്യങ്ങളും എല്ലാ ടൈപ്പുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സീരീസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, SSC റെയിൽവേ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഈ വീഡിയോസ് വളരെ ഉപയോഗപ്പെടുന്നതായിരിക്കും. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക, വെൻ ഡയഗ്രാം അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് അല്ലേ. വെൻ ഡയഗ്രാം അനാലിസിസ് നമുക്കറിയാം 2 ടൈപ്പ് വെൻ ഡയഗ്രാം അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ നമുക്ക് വെൻ ഡയഗ്രാം അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതുപോലെ കുറച്ച് വെൻ ഡയഗ്രാംസിൻ്റെ കോമ്പിനേഷൻ തന്നിട്ട് അതിനകത്തുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or 3 വേർഡ്സ് തന്നിട്ട് അവർ നമ്മുടെ റിലേഷൻ എന്താണ് വെൻ ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഈ 2 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെൻ ഡയഗ്രാം അനാലിസിസിന്റെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്സിന്റെ പാർട്ടായിട്ടും ഇതുപോലത്തെ കൺസെപ്റ്റിൽ ചെയ്യാറുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. നമുക്ക് അവിടെ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഫിഗർ അനലൈസ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് പോകാൻ പറ്റും. നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺസെപ്റ്റിനെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ക്വസ്റ്റിൽ പറയുന്നതേ ഉള്ളൂ, സ്റ്റഡി ദ ഫോളോവിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആദ്യം ഫിഗർ ഒന്ന് നോക്കാം. ഫിഗറിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയർ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആർട്ടിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കും, ആർട്ടിസ്റ്റ് ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത സർക്കിൾ എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് സർക്കിളിനകത്ത് പെടുന്ന ആൾക്കാരെല്ലാം എന്തായിരിക്കും, പ്ലെയേഴ്സ് ആയിരിക്കും. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രയാങ്കിളിനകത്തുള്ള ആൾക്കാരെല്ലാം എന്തായിരിക്കും, ഡോക്ടേഴ്സും ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ പോയിട്ട് എന്താണ് അവർ ചോദിക്കുന്ന കോമ്പിനേഷൻ നോക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, ഹൗ മെനി ഡോക്ടേഴ്സ് ആർ അപ്പം ഡോക്ടേഴ്സ് എത്ര പേരെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ഡോക്ടേഴ്സ് ആർ നെയ്തർ ആർട്ടിസ്റ്റ് നോർ പ്ലെയേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഡോക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അതായത് നമ്മുടെ ഈ ഫിഗറിനകത്ത് എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അതെന്തും കൂടെ ആവരുത്, ആർട്ടിസ്റ്റും ആകരുത് പ്ലെയറും ആകരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഡോക്ടേഴ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, പ്ലെയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റും പ്ലെയേഴ്സും ആയിട്ടുള്ള ഡോക്ടേഴ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലെ. പക്ഷെ ഇതൊന്നും ആവാത്ത ഡോക്ടേഴ്സ് മാത്രമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഓൺലി ഡോക്ടേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു വരുന്ന ക്വാണ്ടിറ്റി ഹൗ മെനി, എത്ര പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കാം, ഡോക്ടേഴ്സിന്റെ വെൻ ഡയഗ്രാം ഇതാണ്. അപ്പൊ ഈ വെൻ ഡയഗ്രാമിൽ പെടുന്ന ആൾക്കാരെല്ലാം ഡോക്ടേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾ നോക്കുക, ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്, പ്ലെയേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്തോട്ട് ഉൾപ്പെട്ടാൽ അത് പ്ലെയേഴ്സ് ആണ്. അതുപോലെ ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഈ സ്ക്വയറിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ആർട്ടിസ്റ്റും ആണ്. അപ്പോൾ ഇതിലൊന്നും പെടാതെ ട്രയാങ്കിളിനകത്ത് മാത്രമായിട്ട് കിടക്കുന്ന റീജിയൻ, ഓക്കെ, ട്രയാങ്കിളിനകത്ത് മാത്രമായിട്ട് കിടക്കുന്ന റീജിയൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത്രയും പോർഷൻ മാത്രമാണ് ട്രയാങ്കിളിന്റെ പോർഷൻ, വേറെ ഒരിടത്തും ജോയിൻ ചെയ്യാതെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, പ്ലെയേഴ്സും ആർട്ടിസ്റ്റും അല്ലാത്തത്. പ്ലെയേഴ്സും ആർട്ടിസ്റ്റും അല്ലാത്ത ഡോക്ടേഴ്സ് അപ്പോൾ എത്ര പേരാ, 17 പേരാണ്. നിങ്ങളുടെ ആൻസർ 17 വരും. ഓക്കെ, ഇങ്ങനെയാണ് ആൻസറിലേക്ക് പോകുക. അനാലിസിസ് ആണ്, നമ്മൾ ഫിഗർ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫിഗർ വെച്ച് നമ്മൾ അനലൈസ് ചെയ്തൊരു ആൻസറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ ചോദിക്കാം, ഇങ്ങനെ ചോദിക്കാം, ഹൗ മെനി ഡോക്ടേഴ്സ് ആർ ദെയർ വിച്ച് ആർ ബോത്ത് ആർട്ടിസ്റ്റ് ആൻഡ് പ്ലെയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഹൗ മെനി ഡോക്ടേഴ്സ് ആർ ദെയർ എന്താണ്, ബോത്ത് ആർട്ടിസ്റ്റ് ആൻഡ് പ്ലെയേഴ്സ്. ആർട്ടിസ്റ്റും പ്ലെയേഴ്സും ആയുള്ള ഡോക്ടേഴ്സ് എത്രയും ചോദിക്കാം. അപ്പൊ അത് 3ഉം ചേർന്ന് വരുന്ന ഏരിയ ആയിരിക്കും. ഇതാ ഇത്രയും ഉണ്ടോ, ആ 3 പേരുടെ ചേർന്ന് വരുന്ന ഏരിയ പെടുന്ന ആൾക്കാരായിരിക്കും ഡോക്ടറും പ്ലെയറും ആർട്ടിസ്റ്റും ആകുന്നത്. അത് 3 ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ആ ഒരു റീജിയൻ അനലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെൻ ഡയഗ്രാം അനാലിസിസ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മോഡലാണ്. ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ, വളരെ സിമ്പിൾ ടോപ്പിക് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ 2 സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് SSC റെയിൽവേ എക്സാമിന് വളരെ ഇമ്പോർട്ടൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഈ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ, നമ്മുടെ കൺസെപ്റ്റിൽ ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോളേജ് കൂടി ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ എപ്പോഴും ആർഗ്യുമെന്റ്സ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ നോക്കുന്നത്. ആർഗ്യുമെന്റ് ഫോളോ ചെയ്തില്ലെന്നല്ല, സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നാണ് നമ്മൾ ഓപ്ഷനിൽ കാണുന്നുണ്ടോ. ആർഗ്യുമെന്റ് ഓൺലി 1 സ്ട്രോങ്, ഓൺലി 2 സ്ട്രോങ്, ഇങ്ങനെ ആയിരിക്കും ഓപ്ഷനിൽ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം,
ക്വസ്റ്റ്യൻ ഇതാണ്, ഷുഡ് ദ ഇല്ലിറ്ററേറ്റ്സ് ബി debarred ഫ്രം കാസ്റ്റിംഗ് their votes എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്, ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ് അവർ, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്താണ് വോട്ട് ചെയ്യുന്നതിൽ നിന്നും ഡീബാർ ചെയ്യണമോ എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആർഗ്യുമെന്റ്സ് ആണ് അവർ പറയുന്നത്. ഫസ്റ്റ്, യെസ് ദേ ക്യാൻ ബി ഈസിലി മിസ്ഗൈഡഡ് എന്ന് പറയാണ്. അതെ, അവരെ എന്താണ് മിസ്ഗൈഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. കാരണം അവർ എന്താണ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഓക്കെ, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും. അവർ ഈസി ആയിട്ട് മിസ്ഗൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവരെ കാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, നമ്മുടെ ഇന്ത്യ നിയമം അനുസരിച്ച് ഏതൊരു പൗരനും എന്താണ്, എല്ലാ പൗരനും എന്താണ് ഈ വോട്ടവകാശമുള്ള കാര്യമാണ്. അവിടെ ആർക്കും ആരെയും എന്താണ് നിഷേധിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ആർഗ്യുമെന്റ്സ് പറയുമ്പോൾ എപ്പോഴും ലോജിക്കലി വരണം. ഓക്കെ, ലോജിക്കലി മാത്രമല്ല, നമ്മുടെ ട്രൂത്ത് ആയിട്ടുള്ള ഇവന്റ്സ് ആയിരിക്കും നമ്മളവിടെ പറയേണ്ടത്. ഇവിടെ പറയുന്നത് കൃത്യമായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്താണ്, അവരെ ഈസിലി മിസ്ഗൈഡ് ചെയ്യാൻ പറ്റും, അത് ശരിയാണ്. പക്ഷേ ആ മിസ്ഗൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് മാത്രം അവർ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും അത് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ആർഗ്യുമെന്റ്, നോ ഇറ്റ് ഈസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് അല്ലെ. അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിലുള്ളതാണ്, അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അത് പറയുന്നത്. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിലുള്ള ഒരു കാര്യമാണ്. ആ ഒരു എക്സ്പ്ലനേഷൻ കണ്ടോ, അത് അങ്ങനെ ഉള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ആ ഒരു ആർഗ്യുമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ സ്ട്രോങ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും? ഓൺലി ടു സ്ട്രോങ് എന്നായിരിക്കും വരിക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സിലെ മറ്റു ടോപ്പിക്കുകളെ പോലെയല്ല, ആർഗ്യുമെന്റ്സിലേക്ക് വരുമ്പോൾ ലോജിക്കലി ചിന്തിക്കണം. നമ്മുടെ നോളേജുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കും ആ പറയുന്ന ആർഗ്യുമെന്റ്സും സ്റ്റേറ്റ്മെന്റ് ഒക്കെ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് എപ്പോഴും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, അനലോഗിയുടെ ക്വസ്റ്റ്യൻ ഒരുപാട് നമ്മൾ കാണുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് രത്തൻപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ടൈഗറും നമ്മളാണ് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലെ. ഓക്കെ, രത്തൻപൂർ ടൈഗറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ കാസിരംഗ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇതൊക്കെ എന്താണ്, നാഷണൽ പാർക്കുകളാണ് അല്ലെ, നാഷണൽ പാർക്ക്. അപ്പം ആ ഒരു GK നോളേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഈ ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ രത്തൻപൂർ എന്ന് പറയുമ്പോൾ ഈ ടൈഗറുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്, ടൈഗറിനെ റിസർവ് ചെയ്യുന്ന അല്ലെ, ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ നാഷണൽ പാർക്ക്. ഓരോ മൃഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ നാഷണൽ പാർക്കിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും രത്തൻപൂർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ടൈഗറിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. ഓക്കെ, അതിനാൽ കാസിരംഗ എന്ന് പറയുന്ന നാഷണൽ പാർക്കിൽ ഏത് മൃഗത്തെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, റിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്ന മൃഗം ഏതാണ്? വൺ ഓണേർഡ് റൈനോസ് ആണ്. ഓക്കെ, അപ്പൊ അത് GK റിലേറ്റഡ് നോളേജ് ആണ്. ആ നോളേജ് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ആൻസറിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതുപോലത്തെ GK നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് പഠിച്ചു പോകും. ഇതിന്റെ കൂടെ തന്നെ GK പഠിക്കും. GK പഠിക്കുന്നതിന്റെ കൂടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും എന്താണ് സെയിം അനലോഗിയുടെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബാറ്റും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സ്റ്റിക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത്ര ഈസി ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനിവിടെ ആൻസർ പറയുന്നില്ല. നിങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എത്ര പേർക്ക് അത് ശരിയാവുന്നുണ്ട് നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് ഒരു നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്പർ സീരീസ്. അപ്പൊ നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്, നമുക്ക് എപ്പോഴും ലെറ്റർ സീരീസും നമ്പർ സീരീസും വരുമ്പോൾ ലോജിക്ക് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ലോജിക്ക് എന്ന് പറയുന്നത് പല രീതിയിലാകാം. പ്രത്യേകിച്ച് നമ്പറിന്റെ കേസിലായതുകൊണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് വരാം, കുറഞ്ഞു വരാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് വരാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് വരാം, അല്ലെങ്കിൽ സ്ക്വയർ ക്യൂബ് കൺസെപ്റ്റുകൾ ഉപയോഗിച്ച് വരാം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ കോമ്പിനേഷൻസ് വരാം. അതായത് ഇപ്പോൾ മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യുന്നു, ആഡ് ചെയ്തിട്ട് കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടൊക്കെ നമുക്ക് വരാം. അങ്ങനെ പല പല കോമ്പിനേഷൻ വരും. നമ്മൾ നമ്പേഴ്സ് വെച്ച് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പോയിന്റഡ് വാല്യൂ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലരും ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് കളയുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഇത് ആക്ച്വലി എളുപ്പമുള്ളൊരു കൺസെപ്റ്റാണ്, എളുപ്പമുള്ള ലോജിക്കാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നമ്പേഴ്സ് ഒക്കെ ഇങ്ങനത്തെ നമ്പേഴ്സ് വരുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കുക അതിനകത്ത് ഇടുന്ന ലോജിക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അത് ഇത്രോളം വലിയ പാടുള്ള ലോജിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ റിലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് 12.24 48.96 നമ്മൾ റിലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് നമുക്കൊരു 12 48 കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അതൊന്ന് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെ. എന്താണ്
ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതായിട്ട് തോന്നില്ലേ? നിങ്ങൾ ജസ്റ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കുക, വേറെ ഒന്നും ചെയ്യണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കിയേ. 12.24 നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, 4 16 1 4 9 4 8 4 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് 48.96 കിട്ടുന്നത്. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയം നിങ്ങൾ നോക്കിയേ, അവിടെ വീണ്ടും ഒരു ഇൻറ്റു 4 ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയേ, 6 4 24 2 36 38 അതുപോലെ 8 4 32. ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഇതിനകത്ത് സാധാരണ നമ്മൾ 48.96 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നിടത്ത് 2 പോയിന്റിലേ മാറ്റിയിടത്തുള്ളൂ. ഇവിടെ 3 പോയിന്റാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം വേറെ ഒന്നും അല്ല, ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 പാർട്ടായിട്ട്. 12 × 4 48, 4 × 24 96, 4 × 48 192, അതുപോലെ 4 × 96 384. ഇങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് അവർ ആഡ് ചെയ്ത് പോയിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ 48.96 നിങ്ങൾ ആലോചിച്ചു, 4896 നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരിക? 4 38 3 ഇവിടെ ശിഷ്ട വിടുവല്ലേ ചെയ്യുന്നത്, 35 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നതല്ല, അവർ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനെ 2 പാർട്ടായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം എഴുതും, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയിന്റിന് ശേഷം എഴുതി വെക്കുകയാണ്. അപ്പം നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അവിടെയും ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയം നമുക്ക് ഇവിടെ ഞാനിപ്പോൾ 192 മൾട്ടിപ്ലൈ എന്താ വരിക? 8 6 1 5 അല്ലേ? 568 എന്ന് വരും. സോറി 5 അല്ല, 768 എന്ന് വരും അല്ലേ? 768 എന്ന് വരും. അപ്പോൾ നിങ്ങൾ നോക്കുക, 768 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും എന്തായാലും വരില്ല. ഇനി അടുത്ത രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 384 4 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കുക നിങ്ങൾ. 6 1 3 3 15 1536. അപ്പം 1536 ഉണ്ടോ? സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഇതായിരിക്കും. ത്രൂ ഔട്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ല വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അല്ല. ഇവിടെ നമുക്ക് ത്രൂ ഔട്ട് മൾട്ടിപ്ലിക്കേഷൻ പോലെ വന്നെങ്കിൽ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട്. ഓക്കെ, നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇതും ഒരു സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് നമ്പർ ലെറ്റർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ലെറ്റർ വരുമ്പോൾ എന്തായാലും നമുക്ക് ടേബിളിന്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ? നമ്പർ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് ആ കൺസെപ്റ്റ് ആലോചിച്ച് നോക്കാം. ഇനി ശ്രദ്ധിക്കാം, ഈ നമ്പർ ലെറ്റർ കോമ്പിനേഷൻ വരുമ്പോൾ ചിലപ്പോൾ എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോൾ ഈ നമ്പേഴ്സിനും ലെറ്റേഴ്സിനും തമ്മിലൊരു പരസ്പര ബന്ധം വേണമെങ്കിൽ ഉണ്ടാകും കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെ റിലേഷൻ വരും. നമുക്ക് നോക്കാം, ടേബിളിന്റെ സഹായത്തോടെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ലെറ്റേഴ്സ് ഒന്ന് നോക്കി നോക്കാം ആദ്യം. ഓക്കെ, ഇപ്പൊ എല്ലും ഓയും ഞാൻ നോക്കുകയാണ്. അപ്പൊ നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ എല്ലും യോയും ഞാൻ നോക്കുന്ന സമയത്ത് എല്ല് കഴിഞ്ഞ് ഒരു 3 ലെറ്റർ കഴിഞ്ഞാണ് ഓ വരിക. ഓക്കെ, +3. ഓയും ആറ് ഞാൻ നോക്കുകയാണെങ്കിലും സെയിം അവസ്ഥയാണ്, +3. 6 മ്യൂ ഞാൻ നോക്കുകയാണ്, 6 മ്യൂ ഞാൻ നോക്കുമ്പോഴും +3 ആണ്. അങ്ങനെ യൂയുടെ +3 കൂട്ടുക എന്ത് വരും? എക്സ് വരും. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഫസ്റ്റ് ലെറ്റർ എക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല. അടുത്ത നമുക്ക് സെക്കൻഡ് ലെറ്റർ നോക്കാം. സെക്കൻഡ് ലെറ്റർ ലാസ്റ്റ് ലെറ്റർ ഇയും എച്ചും. ഓക്കെ, ഞാൻ ഇയും എച്ചും നോക്കുകയാണ്. ഇയും എച്ചും ഞാൻ നോക്കുമ്പോഴത്തേക്കും +3 ആണ് അല്ലേ? എച്ചും കെയും ഞാൻ നോക്കുകയാണ്. എച്ചും കെയും അത് എന്ത് തന്നെയാണ്? +3 ആണ്. കെയും എന്നും നോക്കുകയാണ്. കെയും എന്നും നോക്കുമ്പോഴും എന്ത് തന്നെയാണ്? +3 തന്നെയാണ്. അപ്പൊ എന്നിന്ന് +3 കൂട്ടുക. എന്നിന്ന് +3 14 + 3 17. ആരാ വരിക? ക്യൂ ആ വരിക. അപ്പൊ ലാസ്റ്റ് വരുന്ന ആൾ ആരാണ്? ക്യൂ ആണ്. അപ്പൊ അതാ എക്സും ക്യൂവും വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. ഇനി 82 വരോ 41 വരോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്പറോടെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം. നമ്പർ നിങ്ങൾ നോക്കിയേ, 34 46 58 70 ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 41 ഇനി എന്തായാലും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ നോക്കിയാൽ 34 46 58 70 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിയേ, 34ന്റെ കൂടെ 12 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 46 കിട്ടുന്നുണ്ട്. 46ന്റെ കൂടെ 12 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 58 കിട്ടുന്നുണ്ട്. 58നോടെ 12 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 70 കിട്ടുന്നുണ്ട്. അപ്പൊ 70 12 കൂട്ടുന്നതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഏതായിരിക്കും? 82 ആയിരിക്കും. കണ്ടോ, X 82Q ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക.
അപ്പോൾ ലെറ്റർ നമ്പർ കോമ്പിനേഷൻ ഉള്ള ഒരു സീരീസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ടേബിളിന്റെ സഹായത്തോടെ ലെറ്റർ എങ്ങനെ മാറി കണ്ടുപിടിക്കാം. ചിലപ്പോൾ ലെറ്റർ വെച്ച് നമുക്ക് ചിലപ്പോൾ ആൻസറിലേക്ക് പോകാം, നമ്പർ നോക്കേണ്ട ആവശ്യം വരാറില്ല ചില സമയത്ത്. ഇല്ല, നമ്പറും വന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ എങ്കിൽ നമ്പറിന്റെ പാറ്റേൺ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ സെപ്പറേറ്റ് നമ്പേഴ്സിന് ഒരു സെപ്പറേറ്റ് ലോജിക് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതിനകത്ത് റിലേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ എന്തായാലും ഇപ്പോൾ സെപ്പറേറ്റ് ലോജിക്കിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിനായിരിക്കും ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയി നോക്കാം. Okay. A team of 5 members is sitting in a row facing towards the north. Okay, അപ്പോൾ ഇതൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റും പസിലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടൈം കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വന്നത്, ടീം ഓഫ് 5 members is sitting in a row facing towards north എന്നല്ലേ, നോർത്തിലേക്ക് 5 പേരിരിക്കുന്നു. ഓക്കെ, നോർത്ത് ഫേസിൽ 5 പേരിരിക്കുന്നു. ഓക്കെ, 1 2 3 4 5. ഞാൻ ആദ്യമേ 5 പേർക്കുള്ള ക്വസ്റ്റ്യൻ കൊടുത്തു കേട്ടോ. അല്ല, അടുത്ത പറഞ്ഞത് സി ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് എ ആൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് എയുടെ ലെഫ്റ്റ് സൈഡിലേക്കും ഇയുടെ റൈറ്റ് സൈഡിലേക്കുമാണ് ഇരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് അങ്ങോട്ട് എഴുതും. ഓക്കെ, സി ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് എ ടു ദ റൈറ്റ് ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബി ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ഓക്കെ, ഇവിടെ ഒരു ബന്ധമില്ല, ഞാൻ സെപ്പറേറ്റ് എഴുതുന്നതാണ്. ബി ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി എന്ന് വെച്ചാൽ ഡിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ആര് വരുന്നത്, ബി വരുന്നത്. അപ്പൊ ബി ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി ആൻഡ് ടു ദ റൈറ്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, റൈറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് എ ആണ്. അപ്പം ഇവിടെ വരും. 5 പേരേ ഉള്ളൂ, 5 പേര് ഓർഡറിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല, അതായത് എഴുതി വെക്കാം. എങ്ങനെ, ഇ സി എ ബി ഡി, ഇതാണ് ഓർഡർ കണ്ടോ. വായിച്ച് കഴിയുമ്പോൾ ഓർഡർ ആവുന്നുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആട്ടോ. ക്വസ്റ്റൻ എന്താ, ഹൂ ഇസ് സിറ്റിംഗ് ഇൻ ദ മിഡിൽ ആണ് ചോദിക്കുന്നത്. മിഡിൽ ഇരിക്കുന്ന ആരാണ്, എ ആണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും, എ ആയിരിക്കും. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ. എനിക്ക് റെയിൽവേയുടെ വളരെ ചെറിയൊരു എക്സാമ്പിൾ ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റൻ ആണിത്. അല്ലെങ്കിൽ SSCയുടെ ചെറിയൊരു ക്വസ്റ്റൻസിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. SSCയുടെ കേസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ലെവൽ കൂടി ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട്. ഇപ്പം റെയിൽവേക്ക് നല്ല ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട്. ഇതൊരു ബേസിക് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് മുമ്പ് കാലത്ത് PYQൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. എങ്കിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ എപ്പോഴും കിട്ടുമ്പോഴത്തേക്കും ഒരു അറേഞ്ച്മെന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച്മെന്റിലേക്ക് വരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു പസിലിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 3 friends A, B, C working in an office in the IT, HR and banking departments. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അതുപോലെ നോക്കിയേ, A works in the banking department and works 8 hours a day എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദ ഓൺ കോഴ്സ്, അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ ആൾക്കാരുണ്ട്, അതുപോലെ ടൈം ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ട്. അപ്പം ഈ പസിൽസിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡേറ്റ ഫിക്സ് ചെയ്തുകൊണ്ട് അതിലേക്ക് മറ്റു ഡേറ്റകൾ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു 3 പേരുണ്ട്, 3 കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ടൈമും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാനിപ്പോൾ ആൾക്കാരെ ഒന്ന് ഫിക്സ് ചെയ്യുകയാണേ. 3 ആൾക്കാർ എ ബി സി. ഞാൻ എഴുതുന്ന സമയത്ത് ഡേറ്റ വായിക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് പോകണം. ഇപ്പോൾ ആദ്യം പറഞ്ഞു നോക്കിയേ, എ വർക്ക്സ് ഇൻ ദ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വർക്ക്സ് 8 hours എ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 8 hours എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളി വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതങ്ങ് എടുത്തു. അടുത്ത ബട്ട് ദ വൺ ഹൂ വർക്ക്സ് ഇൻ HR ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് ഓൺലി 5 hours എ ഡേ എന്ന് പറയുന്നുണ്ട്. HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾ, ഇതിനകത്ത് ആരാ HR ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അറിയില്ല. HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾ എന്താണ്, 5 hours ആണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് നോട്ട് ചെയ്തു. അടുത്ത ബി ഈസ് ലേസി ആൻഡ് ഡസ് നോട്ട് ലൈക്ക് ടു വർക്ക് ദ എൻറ്റയർ ഡേ എന്ന് പറയുന്നുണ്ട്. ബി ലേസി ആയിട്ടുള്ള ആളാണ്, അയാൾക്ക് ഒരു എൻറ്റയർ ഡേ വർക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഹാസ് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ബട്ട് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ബി ഹാസ് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ബട്ട് ഈസ് നോട്ട് വർക്കിംഗ് ഇൻ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്. ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് വരില്ല, കാരണം ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് വരുന്ന ആരാണ്, നമ്മുടെ എ ആണ്. അപ്പൊ എന്തായാലും ഇത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവർ പറയുന്ന അനുസരിച്ച് എ ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റിലാണ് 8 hour വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആൾ 5 hour വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബി ലേസി ആണെന്നും ഡസ് നോട്ട് ലൈക്ക് ടു വർക്ക് എൻറ്റയർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫുൾ ഡേ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ 5 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. അതുപോലെ തന്നെ ബി ഹാസ് മാത്സ് ബാക്ക്ഗ്രൗണ്ട്, ബിക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഈ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആൾക്ക് അത് HR ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം, IT ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും വർക്ക് ചെയ്തില്ല. അപ്പൊ അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ആയിട്ട് ആൻസറിലേക്ക് പോകാൻ പറ്റില്ല.
ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ വർക്ക്സ് ഇൻ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. HR വർക്ക് ചെയ്യുന്ന ആരെന്നാണ് ചോദിച്ചത്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇവിടെ B ആണോ C ആണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. A എന്തായാലും HR ഡിപ്പാർട്ട്മെന്റ് വരില്ല, പക്ഷെ Bയും HR ഡിപ്പാർട്ട്മെന്റ് വരാം, Cയും HR ഡിപ്പാർട്ട്മെന്റ് വരാം. തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് നമുക്കൊരു പ്രോപ്പറായിട്ട് ആൻസറിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? എയ്തർ B or C എന്നായിരിക്കും. Bയും HR ഡിപ്പാർട്ട്മെന്റിലാകാം, Cയും ആകാം. നമുക്ക് ഡേറ്റ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫില്ല് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനുള്ള എക്സ്ട്രാ ഡേറ്റാസ് നമുക്ക് തരണം, അപ്പോഴേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പസിൽസിന്റെ. നമ്മൾ നോർമലി പസിൽസിന്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നത്. ഇവിടെ കംപ്ലീറ്റ് എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാനും പറ്റുന്നില്ല. ഇങ്ങനത്തെ ഓപ്ഷൻസും വരാം നമുക്ക് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അതൊരു നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്പർ സീരീസ് ആണ് പൊതുവെ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമുക്ക് വരുന്നത് എപ്പോഴും, അല്ലേ? അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം. ലോജിക്കുകൾ ഒരുപാട് കണ്ട് ശീലമാകുക. ലോജിക്കുകൾ ഒരുപാട് കണ്ട് ശീലമാകുമ്പോൾ നമുക്ക് എന്താണ് എക്സാമിന് പെട്ടെന്ന് നമുക്ക് എന്താണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്പേഴ്സ് എടുക്കും, അതിന് ഡിഫറൻസ് എടുത്ത് നോക്കും. ഓക്കെ, ഡിഫറൻസ് എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പാറ്റേൺ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ കുറച്ച് അകലെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡിഫറൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ 5ഉം 9ഉം 5ഉം 9 ആകുമ്പോഴത്തേക്കും ഡിഫറൻസ് എത്ര വരുന്നത്? 4 ആണ്. ഓക്കെ, 9ഉം 17ഉം ആകുമ്പോൾ ഡിഫറൻസ് എത്ര വരുന്നത്? 8 ആണ് വരുന്നത്. 17 33 ആകുമ്പോഴോ 17 27 16 വരും, അല്ലെ? 16 ഡിഫറൻസ് വരുന്നുണ്ട്. 33 65 ആകുമ്പോഴോ 32 ഡിഫറൻസ് വരുന്നുണ്ട്, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ആ നമ്പേഴ്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. 8 4 8 16 32. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? 64 ആയിരിക്കും, അല്ലെ? 64. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 64 അങ്ങ് കൂട്ടി നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, 4 ഇരട്ടിയായി 8 ആയി, 8 ഇരട്ടി 16 ആയി, 16 ഇരട്ടി 32 ആയി, 32 ഇരട്ടി 64 ആയി. ആ നമ്പേഴ്സിന് ഇരട്ടിയുള്ള നമ്പേഴ്സ് കൂടി കൂടി പോകുന്നില്ല. അപ്പൊ 65 64 കൂടി നമുക്ക് എത്ര കിട്ടുക? 129 എന്നാണ് കിട്ടുക. നോക്കിയേ, 129 ഉണ്ട്. ആൻസർ 129. ആൻസറിലേക്ക് പോയി. ഇനി നമുക്കിത് വേറെ രീതിയിൽ വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾ നോക്കിയേ, 5 × 2 -1 എന്ന് പറഞ്ഞാൽ 9 അല്ലേ? അല്ലേ? 5 ഫസ്റ്റ് നമ്പറിനെ × 2 ചെയ്തു, എന്നിട്ട് 1 മൈനസ് ചെയ്തു. നിങ്ങൾ നോക്കിയേ, അടുത്ത 9 × 2 -1 എന്താണ്? 17 അല്ലേ? 17 × 2 -1 33 അല്ലേ? 33 × 2 66 -1 എന്താ? 65 അല്ലേ? അങ്ങനെയും പാറ്റേൺ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ 65 × 2 എന്താ? 130 ആണ്, അല്ലെ? -1 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 129 കിട്ടും. കണ്ടോ? അങ്ങനെയും പറയാം. രണ്ട് രീതിയിൽ നമുക്ക് അവിടെ ലോജിക്ക് പറയാം. പാറ്റേൺസ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ലോജിക്ക് വന്നെങ്കിലും ആൻസർ സെയിം ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പറിന്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ആയ ലോജിക്കൽ പറയാൻ പറ്റും. ഡിഫറെന്റ് ആയ ഉത്തരമാണെങ്കിൽ നമ്മുടെ ഓപ്ഷനകത്തുള്ള ഉത്തരം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏകദേശം ഒരേ ആൻസർ തന്നെ ആയിരിക്കും നമുക്ക് വരിക അവിടെയൊക്കെ കേട്ടോ. അപ്പൊ നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ലോജിക്ക് വരുന്നതുകൊണ്ട് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കോഡിംഗ് ഡീകോഡിംഗ് അനലോഗിയൽ സീരീസ് ഒക്കെ നമ്മൾ നല്ലപോലെ ചെയ്ത് പഠിക്കണം. ഓക്കെ, എങ്കിലേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് അത്യാവശ്യം എളുപ്പമുള്ള ടൈപ്പാണ് കേട്ടോ. എളുപ്പമുള്ള വരാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടും പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ആൻസർ നമുക്ക് കമന്റ് സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എളുപ്പമുള്ള വരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മുടെ സീരീസിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 ക്വസ്റ്റ്യൻ നമ്മൾ ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. 2 എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഞാൻ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് നമ്മൾ വരുന്ന ലോജിക്കുകളും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് 2 ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്ക് തന്നത്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, നമുക്ക് ആൻസർ എന്താ വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.